ദുരന്തങ്ങളിൽ നിന്നും കരകയറാതെ പാകിസ്ഥാൻ അധപ്പതനത്തിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടി ലഭിച്ചത് മുതൽ പാകിസ്ഥാൻ തകർച്ചയിലാണ്. ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ ഷെരീഫ് ഭരണകൂടത്തിന് പോലും സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥാ ദുരന്തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വേഗതയെ അതിജീവിക്കുന്നതിന് പാകിസ്ഥാൻ അതിന്റെ കാലാവസ്ഥാ ഭരണവും സാമൂഹ്യ സംരക്ഷണ സംവിധാനങ്ങളും സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് IBA സംഘടിപ്പിച്ച 5ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനമായ എ ന്യൂ ഗ്ലോബൽ ഓർഡർ യെറ്റ് എഗെയിനിൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും സാമൂഹ്യ സംരക്ഷണവും എന്ന വിഷയത്തിലുള്ള ഒരു പാനലിൽ സംസാരിച്ച കാലാവസ്ഥാ വിദഗ്ധരും ഗവേഷകരും വികസന വിദഗ്ധരും പാകിസ്ഥാൻ ഇപ്പോൾ പിന്തുടരുന്ന കാലാവസ്ഥാ തന്ത്രം തീവ്രമാകുന്ന ഉഷ്ണതരംഗങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച, ജലക്ഷാമം, വ്യാപകമായ സാമൂഹ്യ സാമ്പത്തിക ദുർബലത എന്നിവയെ അഭിമുഖീകരിക്കുന്നതിനാൽ പ്രായോഗികമല്ലെന്ന് പറഞ്ഞു. കാലാവസ്ഥാ നയവും സാമൂഹ്യ സംരക്ഷണവും ഇനി ഒറ്റയ്ക്ക് പ്രവർത്തിക്കരുതെന്നും പകരം ദുർബല സമൂഹങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ഏകീകൃത ചട്ടക്കൂടിലേക്ക് രണ്ടും ലയിപ്പിക്കണമെന്നും പാനലിസ്റ്റുകൾ വാദിച്ചു. ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 1990കളിലെ ആദ്യകാല ചർച്ചകൾ മുതൽ ബാലി ആക്ഷൻ പ്ലാൻ, കാൻകൂൺ അഡാപ്റ്റേഷൻ ഫ്രെയിംവർക്ക്, COP28-ൽ നഷ്ടനാശ ഫണ്ട് സ്ഥാപിക്കൽ തുടങ്ങിയ മുന്നേറ്റങ്ങൾ വരെയുള്ള ആഗോള നഷ്ടനാശ ചർച്ചയുടെ നീണ്ട പരിണാമം വിവരിച്ചുകൊണ്ട് കാലാവസ്ഥാ നയവിദഗ്ധനായ അലി തൗക്കീർ ഷെയ്ഖ് ചർച്ച ആരംഭിച്ചു. എന്നാൽ കാലാവസ്ഥാ ധനസഹായം രൂപപ്പെടുത്തുന്ന പ്രധാന ആഗോള ചർച്ചകളിൽ നിന്ന് പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന അഭാവത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ബ്രസീലിൽ COP30 നിർണായകമായ ആക്സസ് സംവിധാനങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ ഒരുങ്ങുമ്പോൾ പാകിസ്ഥാന്റെ പൊരുത്തക്കേടുകളുള്ള നയതന്ത്ര പങ്കാളിത്തം ഫണ്ടിങ്ങിന്റെ ശരിയായ വിഹിതം നേടാനുള്ള അതിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തിയേക്കാമെന്ന് ഷെയ്ഖ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ നീതിക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കെ വാദിക്കുന്നു, പക്ഷേ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ എടുക്കുന്നിടത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ കാലാവസ്ഥാ പരാജയങ്ങൾക്ക് കാരണം നയതന്ത്രത്തിൽ മാത്രമല്ല, കാലഹരണപ്പെട്ട ഭരണത്തിലുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങളാൽ രൂപപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഭവങ്ങളോ സ്വയംഭരണമോ അധികാരമോ ഇല്ല. കറാച്ചിയിലെ ഉപേക്ഷിക്കപ്പെട്ട കാലാവസ്ഥാ പ്രവർത്തന പദ്ധതി, ഉദ്യോഗസ്ഥ നിഷ്ക്രിയത്വവും ദുർബല തദ്ദേശ സർക്കാരുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായി ഷെയ്ഖ് ഉദ്ധരിച്ചു. പ്രാദേശിക സംവിധാനങ്ങൾ ശക്തിയില്ലാതെ തുടരുകയാണെങ്കിൽ പൊരുത്തപ്പെടുത്തൽ കടലാസിൽ ഒതുങ്ങി നിൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ആഗോള കാലാവസ്ഥാ വ്യവഹാരങ്ങളിൽ സർവകലാശാലകളും തിങ്ക് ടാങ്കുകളും പിന്നിലാണെന്നും ഗവേഷണവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണവും പരിമിതപ്പെടുത്തുന്നുണ്ടെന്നും പാനലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു. മറ്റൊരാശങ്ക യുവാക്കളുടെ ഇടപെടലായിരുന്നു. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 2/3 ഭാഗവും യുവാക്കളാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിലോ നയപ്രക്രിയകളിലോ 12% മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. പരിശീലനമോ പാഠ്യപദ്ധതിയോ കാലാവസ്ഥാ നേതൃത്വത്തിനായി നീക്കിവെച്ചിരിക്കുന്ന ബജറ്റുകളോ ഇല്ലാതെ യുവാക്കളെ ഉൾപ്പെടുത്തുന്നത് ഉപരിപ്ലവമായി തുടരുമെന്ന് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ ഉദ്ധരിച്ചതുപോലെ PIDEP-യിലെ സൈമ ബഷീർ വ്യക്തമാക്കി. ലിംഗപരമായ ദുർബലതയും എടുത്തു കാണിക്കപ്പെട്ടു. അനൗപചാരികവും കാലാവസ്ഥാ വ്യതിയാനവും നേരിടുന്നതുമായ മേഖലകളിൽ സ്ത്രീകൾ കൂടുതലായി പ്രതിനിധീകരിക്കുന്നതിനാൽ അനുപാതമില്ലാത്ത അപകട സാധ്യതകൾ നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും സാമൂഹിക സംരക്ഷണ ചട്ടക്കൂടുകൾ അവയെ അവഗണിക്കുന്നു. PSDP പദ്ധതികളിൽ 1.4% മാത്രമേ ലിംഗപരമായ പരിഗണനകൾ ഉൾക്കൊള്ളുന്നുള്ളൂവെന്നും ബഷീർ എടുത്തു കാണിച്ചു. നേരത്തെ ദേശീയ അസംബ്ലിയിൽ അവർ പങ്കുവച്ച ഒരു സ്ഥിതിവിവരക്കണക്ക്, ഭരണപരാജയങ്ങൾ, ലിംഗാസമത്വം, യുവാക്കളുടെ ഒഴിവാക്കൽ എന്നിവ പാകിസ്ഥാൻ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അവരുടെ കാലാവസ്ഥാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും വിദഗ്ധർ നിഗമനം ചെയ്തതായി ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പാകിസ്ഥാൻ ദുരന്തമുഖങ്ങൾ നേരിടുമ്പോഴും അതിർത്തി കടന്നുള്ള മറ്റൊരു പ്രകോപനത്തിൽ ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും 2 മുന്നണികളിലേക്കുള്ള യുദ്ധത്തിന് ഇസ്ലാമാബാദ് പൂർണ്ണമായും തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അവകാശപ്പെട്ടിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ അടുത്തിടെ നടന്ന ഒരു കാർ ആക്രമണത്തെ തുടർന്നാണ് ആസിഫിന്റെ പരാമർശം വന്നത്. അതിൽ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഒരു ഭീകരനാണ് ആക്രമണം നടത്തിയതെന്ന് സുരക്ഷാ സേന പറഞ്ഞു. ഒരു മാധ്യമ ചാനലിനോട് സംസാരിക്കവേ ആസിഫ് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യ അതിർത്തികളെയും പടിഞ്ഞാറൻ അതിർത്തികളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ആദ്യ റൗണ്ടിൽ അല്ലാഹു ഞങ്ങളെ സഹായിച്ചു, 2ാം റൗണ്ടിൽ അവൻ ഞങ്ങളെ സഹായിക്കും. അവർക്ക് അവസാന റൗണ്ട് വേണമെങ്കിൽ നമുക്ക് യുദ്ധമല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.